നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനാ അഴിക്കണ്? ഞാൻ ഇനി അഴിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും. എന്നിട്ട് നമുക്കുണ്ടാവും 3-4 കരടി കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ഡേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ. അയാൾക്കാണെങ്കിൽ ആശുപത്രിയിൽ ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കെട്ട് വീഴും. ജീവിതം കട്ടപ്പൊയ്യാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റൈഡ് നടത്തി നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിടാൻ കണ്ട സ്ഥലം അലും വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ, ഇതാണോ? ഈ പാട്ടല്ല. ഇതെന്ത് മാക്ടോള്? ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമില്ല. ഇവിടെ ആരോ കേറിയിട്ടുണ്ടല്ലോ. ഞാനാ സുന്ദരേട്ടാ. സുന്ദരേട്ടാ, സുന്ദരേട്ടാ, എന്ത് കത്താ നോക്ക്. വെള്ളമില്ല. ബ്രാണ്ടിങ് ബ്രാണ്ടി. സുന്ദരേട്ടാ, ഞാനാ. പേടിക്കില്ല, കരടി. നല്ല മണം. ചത്തിട്ടില്ല, വെള്ളം അടിച്ച് വീണതായിരിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ. എടുക്ക്, പൊക്ക്. അങ്ങോട്ട് റഷ്യൻ സർക്കസിനെ പോലും വെല്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 200-ൽ പരം സർക്കസ് താരങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ. ജെമിനി സർക്കസ് 5 ആനകളെ പകരം കൊടുത്ത് വാങ്ങിയ കരിമ്പുലി, സംസാരിക്കുന്ന ആസ്ട്രേലിയൻ തത്തുകൾ തുടങ്ങി നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നടത്ത ശവം. കുതിര, കുതിര. പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകை ചിന്തി. പാലും പഴവും കൈകളിലേന്തി. കുതിരേ, നടകുതിരേ. കരടി നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയിട്ടും അതിനെ പിടിച്ചില്ലെന്ന് വെച്ചാൽ അത് ഞങ്ങളെ മാന്തി പറിച്ചു സാറേ. അവസാനം നമ്മുടെ കുതിരയും കൊണ്ട് ആ കരടി പോയി സാറേ. ഒരുപാട് അന്വേഷിച്ചിട്ടും കുതിര തിരിച്ചു കിട്ടിയില്ല. അത് നമ്മുടെ തമ്പിന്ന് ചാടിപ്പോയ കരടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. കാഴ്ച ബംഗ്ലാവിന് ഒരു കരടി ചാടിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. അത് ഞാനും അറിഞ്ഞു. പക്ഷെ ഇതൊരു നല്ല അവസരമാണ്, പാഴാക്കരുത്. ഓക്കെ, നമ്മൾ ആ കരടിയെ പിടിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് പണ്ട് നമ്മുടെ തമ്പിന്ന് ചാടിപ്പോയ കരടിയാണ് നമ്മൾ സ്ഥാപിക്കുന്നു. കറക്റ്റ്. മണികണ്ഠ, എന്താണാ? കേൾക്കുമ്പോ ഞെട്ടരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോ വേണ്ടെന്ന്. നിന്റെ മുത്തച്ഛൻ പോയടാ. എങ്ങോട്ട് പോയി? ഇഹലോകവാസം വെടിഞ്ഞെന്ന്. മരിച്ചു പോയെന്ന്. മുത്തശ്ശൻ ഈ രൂപത്തിൽ ഇങ്ങനെ കരയല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തശ്ശനൊന്ന് കാണണം.
നീ അവിടെ ചെല്ലുമ്പോഴേക്കും ശവാടക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയേ പറ്റൂ. മുത്തച്ഛന്റെ ചതയ്ക്ക് ഞാൻ തന്നെ കൊള്ളി വെക്കണമെന്ന് മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. എന്നൊന്ന് കൊണ്ടുവാസണ്ണ. വാസണ്ണ പ്ലീസ്. ഞാൻ നിന്നെ ദൂരേന്ന് കാണിച്ചു തരാം. അടുത്തേക്ക് വിടില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ. അറിയാം. എനിക്കൊന്ന് കണ്ടാ മതി. ശവദാഹത്തിന് മുമ്പ് നമുക്ക് അവിടെ വേഗം എത്തണം. പോവാം. വാ. ശരി. ഇറങ്ങിയോടാ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? എന്താടാ വണ്ടിയില്? ഫ്രിഡ്ജാ. എന്താടാ പുകയുന്നേ? ശരിയാ, പോയിന്നല്ലോ. അത് കംപ്രസർ കരിയുന്ന സേർത്ത് വലിക്കാടാ തെണ്ടി. നന്നാക്കാൻ കൊണ്ടുപോവാ. ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ശരി ശരി പോയിക്കോ. ചെതയ്ക്ക് തീ കൊളുത്തേണ്ടത് മണികണ്ഠനായിരിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയായിരുന്നു. വേണ്ട, ആർക്കും വേണ്ടി കാക്കണ്ട, ഞാൻ ചെയ്തോളാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദൂരെ നിന്നേ കാണാവൂ, കുഴക്കരുത്. കുഴഞ്ഞോ? പോയി. അപ്പോൾ ആചാര വെടിയോടെ നമുക്ക് ഈ ചിതയ്ക്ക് തീ കൊളുത്താം. വലിഞ്ഞോ, ഓടടാ, ഓടിക്കോ, ഓടിക്കോ. ഞാനാ മണിയ മുത്തച്ഛ. പിന്നാലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ദയിപ്പിക്കേണ്ട ആവശ്യം വരില്ല. എല്ലെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അതെന്തിനാ? പുഴയിലൊഴുക്കാൻ. ആ വേട്ടക്കാരനെത്തി. ഓടിക്കൊണ്ടിരിക്കുമ്പോ നിൽക്കാൻ പറ്റില്ല. എന്താണോ? കരടി വന്നപ്പോ വേട്ടക്കാരൻ പേടിച്ചോടാ. അങ്ങനെ പേടിച്ചോടിയതല്ല. വെടിവെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓട്ടം നിങ്ങളുടെ ശീലമാണ്. എങ്കിൽ നമുക്ക് തിരിച്ചോടാം. അങ്ങനെ തിരിച്ചോടി ശീലമില്ല. അവരെല്ലാരും വേട്ടക്കാരനെ തിരക്കുന്നുണ്ട്. എന്തിന്? വെടിവെക്കാൻ വെടിവെക്കാൻ വെടിവെക്കാൻ. എന്നെ അല്ല, പിന്നെ? കരടിയെ. ഓ, ഇപ്പൊ സമയം എത്രയായി? 3 മണിയായി. 3 മണിക്ക് വെടിവെച്ചാൽ കരടി ചാവില്ല. മൃഗശാസ്ത്രത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. വെറുതെ വെടിവെച്ചേക്കാം, ചാകണി ചാകട്ടെന്ന്. അല്ലെങ്കിൽ വേട്ടക്കാരൻ നാട്ടുകാരെടുത്തിട്ട് പൂശും. അവർക്ക് 3 മണി ഒരു പ്രശ്നമേ അല്ല. ഓക്കെ. കരടി വന്നു. പെണ്ണുങ്ങളൊക്കെ വീഡിയോ വെക്കോ. എല്ലാരും മാറിക്കോ. എവിടെ കരടി? എന്നെ കണ്ട് കരടി മുങ്ങാതെ ശ്രദ്ധിച്ചോളണം. എന്താ ഇത്? സമയത്ത് മറ്റൊരു ജീവിയെ കൊന്ന മുത്തച്ഛന്റെ അമ്മ പൊറുക്കില്ല കേട്ടോ. ആ, അത് ശരിയാ. എങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ വെടിവെക്കാം. വെടിവെക്കണോ? വെടിവെക്കാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വേട്ടക്കാരോട് ആജ്ഞാപിക്കരുത്, ആജ്ഞാപിക്കരുത്. കരടി വെടിവെച്ച് അത് മുന്നോട്ട് വന്ന് ആക്രമിക്കും. വെടികൊണ്ട കരടി ഇത് കേട്ടിട്ടില്ലേ? വെടികൊണ്ട പന്നിന്നല്ലേ കുട്ടി? 10-20 പേരെ കൊലക്കി ഓടിച്ചിട്ട് കരടിയെ കൊല്ലം നോക്കണ്ടോ. ഇവൾക്ക് ഇതെന്ത് പറ്റി? അതെ അതെ, കുട്ടി പറയുന്നതിലും ചെറിയ കാര്യമുണ്ട്. എന്ത് കാര്യം? പറയാം. ഈ 1998-ൽ ഞാൻ ഇതുപോലൊരു കരടിയെ നിർത്തണോ? ചുട്ടുതിനാനുള്ള പരിപാടിയാണ്. ഉന്നം തെറ്റിക്കരുത്. ഉന്നം എന്നെ പഠിപ്പിക്കണ്ട. വെക്കണോ വരി? കരടി വീണോ? കരിക്ക് വീണു. അപ്പൊ കരടി എന്ത് ചെയ്യും? വാസണ്ണ, വാസണ്ണ, വണ്ടി വിട്ടോ. ആ തെണ്ടികൾ പിന്നാലുണ്ട്. കുറച്ചിട്ട് വിട്ടോ. പോട്ടെ, വേഗം പോട്ടെ. ഇതാണ് കേറ്റി വട്ടം വെക്കണം അങ്ങോട്ട്. എന്ത് തോന്നിയ കാണിക്കുന്നത്? എന്തിനാ വണ്ടി നടന്നത്? കരടിയെ തൂക്കി വണ്ടി കയറാം. നിങ്ങൾ കരടി പിടുത്തക്കാരെ. നീ ഇവിടെ വന്നിരിക്കാം. ഒരു കൈത നിന്നെ പിടിച്ചു കേട്ടടാ. സഹായിക്കില്ലല്ലേ? നിനക്ക് വേണ്ടി എന്റെ പെർമനന്റ് ഉദ്യോഗം കളഞ്ഞ്
നിന്നോടൊപ്പം കൂടിയവനാണ് ഞാൻ. എനിക്കൊരു അപകടം വന്നപ്പോ നീ ആപ്പിലാക്കിയല്ലടാ മണി.